റിപ്പബ്ലിക് ദിന സൈനിക പരേഡിൽ ശ്രദ്ധ നേടി സൂര്യാസ്ത്രയും ഭൈരവും. ഭാരതത്തിന്റെ ആയുധശേഖരത്തിലേക്ക് പുതുതായി എത്തിയ ഭാരതത്തിന്റെ തന്നെ റോക്കറ്റ് ലോഞ്ചർ സിസ്റ്റവും കമാൻഡോ ബറ്റാലിയനുമാണ് സൂര്യാസ്ത്രയും ഭൈരവും. കർത്തവ്യപഥിൽ നടന്ന പരേഡിൽ ഭാരതം 2 ആയുധത്തെയും ലോകത്തിനു മുന്നിൽ അവതരിപ്പിച്ചു. And now, going past the saluting base, presenting a formidable combination of a long-range precision and overwhelming firepower, the Suryastra and the BrahMos weapon system. Lieutenant Mehak Bhati is leading the Suryastra Universal Rocket Launcher System. അതിദൂരത്തിലുള്ള ശത്രുവിനെ പോലും തകർക്കാൻ ശേഷിയുള്ള കരുത്തനാണ് സൂര്യാസ്ത്ര. ഇന്ത്യൻ സൈന്യത്തിന്റെ പീരങ്കിപ്പടയിലെ പുതുമുഖം. അതേസമയം ഏറ്റവും അത്യാധുനികമായ സാങ്കേതിക വിദ്യയിൽ രൂപകൽപ്പന ചെയ്തിട്ടുള്ളതുമായ യൂണിവേഴ്സൽ റോക്കറ്റ് ലോഞ്ചർ സിസ്റ്റം കൂടിയാണ് സൂര്യാസ്ത്ര. ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ചെടുത്തതാണ് ഇത്. ശത്രുപാളയത്തിലേക്ക് 300 കിലോമീറ്റർ വരെ ദൂരത്തിൽ കൃത്യതയോടെ മിസൈലുകൾ അയക്കാൻ ഈ സംവിധാനത്തിന് കഴിയും. വിവിധ ശേഷിയുള്ള റോക്കറ്റുകൾ ഒരു ലോഞ്ചറിൽ നിന്ന് തന്നെ വിക്ഷേപിക്കാൻ ഇതിന് സാധിക്കും. പൂനെ ആസ്ഥാനമായുള്ള NIBE ലിമിറ്റഡ് എന്ന സ്വകാര്യ കമ്പനി ഇസ്രയേലിലെ എൽബിറ്റ് സിസ്റ്റവുമായി സഹകരിച്ചാണ് ഇത് നിർമ്മിക്കുന്നത്. ആത്മനിർഭർ ഭാരത് പദ്ധതിയുടെ ഭാഗമായാണ് സൂര്യാസ്ത്രയുടെ വരവ്. ഇന്ത്യൻ സൈന്യത്തിലെ സാധാരണ കാലാൾപ്പടയ്ക്കും എലൈറ്റ് സ്പെഷ്യൽ ഫോഴ്സിനും ഇടയിലുള്ള വിടവ് നികത്താൻ രൂപീകരിച്ച അതിവേഗ സൈനിക വിഭാഗമാണ് ഭൈരവ്. ഒരു സാധാരണ ബറ്റാലിയനിൽ 800 സൈനികർ ഉള്ളപ്പോൾ ഭൈരവ് യൂണിറ്റിൽ ഏകദേശം 250 പേർ മാത്രമേ ഉണ്ടാകൂ. ഇത് അവരെ കൂടുതൽ കാര്യക്ഷമതയോടെ നീങ്ങാൻ പ്രാപ്തരാക്കുന്നു. ഭൈരവ് ബറ്റാലിയനിലെ ഓരോ സൈനികനും ഡ്രോണുകൾ പ്രവർത്തിപ്പിക്കുന്നതിൽ വിദഗ്ധനായിരിക്കും. AK-203 റൈഫിളുകൾ, ജാവലിൻ, ആന്റി ടാങ്ക് മിസൈലുകൾ എന്നിവ ഉപയോഗിക്കാൻ പ്രാപ്തരായ ഇവർ അതിർത്തി കടന്നുള്ള മിന്നൽ ആക്രമണങ്ങൾക്കും പ്രതിരോധത്തിനും സജ്ജരായിരിക്കും. S. Srikanth, Janam, Delhi.